Psychology for Beginners, Understanding the Mind, a journey through human thoughts and behavior. സബ്ജക്റ്റ് നമ്മുടെ ടോപ്പിക് എന്താണ്? ഇത് അറിഞ്ഞിട്ടാണോ എല്ലാവരും കയറി വന്നേ, അതോ ഫ്രീ ആയിട്ട് ഒരു വെബിനാർ ഉണ്ട് എന്ന് കേട്ടിട്ട് വന്ന ആൾക്കാരാണോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഫ്രീ ആയിട്ട് ഒരു വെബിനാർ ഉണ്ട് എന്നാൽ അത് കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഓക്കെ, അപ്പോ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് അത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഈ കോൺഫിഡൻസ്? ആർക്കെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? കോൺഫിഡൻസ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താ? റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഒരു റേഡിയോ പോലെ ഞാനിങ്ങനെ പറഞ്ഞു വരിക, നിങ്ങളത് കേൾക്കുക, ഭയങ്കര ബോറായിരിക്കും. ഡെഫിനിഷൻ എന്താണ് കോൺഫിഡൻസിന്റെ ഡെഫിനിഷൻ? ആർക്കും അറിയില്ല? ഏതെങ്കിലും ഒരാൾ പറയും. ആത്മവിശ്വാസം. ഓക്കെ. എന്നാ ഞാൻ തന്നെ പറയാം. കോൺഫിഡൻസ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താന്ന് വെച്ചാൽ ആത്മവിശ്വാസം എന്നുള്ളത് അതിന്റെ അർത്ഥമാണ്. കേൾക്കുന്നില്ല? ആരൊക്കെയോ പേഴ്സണൽ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഒന്ന് നിങ്ങളുടെ നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യോ? ഓക്കെ. കോൺഫിഡൻസിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സ്വന്തം കഴിവുകളെ കുറിച്ചിട്ട് നമുക്ക് തോന്നുന്ന സെൽഫ് എഫിക്കസിയാണ്. സൈക്കോളജിയിൽ അതിന് പറയുന്ന ഒരു വേർഡാണ് സെൽഫ് എഫിക്കസി. അതായത് സ്വയശേഷി വിശ്വാസം ഉണ്ടാവുക. നമ്മളുടെ കഴിവുകളെ കുറിച്ചിട്ട് നമ്മൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവുക. അതാണ് ശരിക്കും ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കോൺഫിഡൻസ് ഇല്ലാത്തത് എന്നതിനുള്ള പ്രധാന റീസണും അത് തന്നെയാണ്. നമുക്ക് എന്തില്ല, നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പൊ നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആകുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളൊരു ചിന്തയിലേക്ക് പലരും എത്തിച്ചേരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പെർഫെക്റ്റ് അല്ല. ഒരിക്കലും കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു ടാലന്റ് അല്ല. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ആരും ജനിക്കുമ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണോ ജനിച്ചു വരുന്നത്? ഒരിക്കലും അല്ല. നമ്മളത് നമ്മളുടെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളുടെ കഴിവുകൾ നമ്മൾ വളർത്തിയെടുത്ത് കൊണ്ടുവരിക ചെയ്യണേ. അപ്പോ ക്ലിയർ അല്ലേ? കുറെ പേര് പേഴ്സണൽ മെസ്സേജ് ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതിന്റെ റീസൺ എന്താന്ന് നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കണം. എല്ലാരും പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് പോലും ഗ്രൂപ്പിലൊക്കെ ഇടാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. ഇഷ്യൂ ശരിയാവില്ല, എന്റെ വോയിസ് ക്ലിയർ അല്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അതിന്റെ റീസൺസ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്ക് ഈ കോൺഫിഡൻസ് ഇല്ലാണ്ടാവുന്നത്, കോൺഫിഡൻസ് കിട്ടാത്തത് എന്തുകൊണ്ടാന്നുള്ള റീസൺസ് നമ്മൾ ഫസ്റ്റ് പഠിക്കണം. ഓക്കെ. അപ്പോ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. താരതമ്യം ചെയ്യാൻ. നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന സംഭവമാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ റീൽസിൽ കാണുന്ന സംഭവമാണ് റിയൽ ആയിട്ടുള്ളത്, ഇത് റിയാലിറ്റി ആണെന്നുള്ള ഒരു തോട്ടാണ്. ഇവരൊക്കെ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും ബ്യൂട്ടിയിൽ ഭയങ്കര എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, എന്നെ കാണാൻ ഭംഗിയില്ല, എന്നെ കാണാൻ വലിയ സ്മാർട്ട് അല്ല. പക്ഷെ നമ്മൾ ഈ റീൽസിലും സോഷ്യൽ മീഡിയകളിലും ഫോട്ടോസിലും ഒക്കെ ഒക്കെ നമ്മൾ എന്താ പറയാ, AI എന്നതിന്റെ അപ്പുറത്തേക്ക് മൊത്തം ഫിൽറ്റർ ചെയ്തിട്ടാണ് എല്ലാം കിട്ടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഫിൽറ്ററാണ്, ഒട്ടുമിക്കതും ഫിൽറ്ററാണ്. അപ്പൊ നമുക്കൊരു ബ്യൂട്ടി ഇല്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് അല്ല, നമുക്ക് കഴിവില്ല എന്നതൊക്കെ നമ്മൾ ഇവരെ താരതമ്യം ചെയ്തിട്ടാണ് നമ്മുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്യുന്നത്.
കൊച്ചു കുട്ടികൾ മുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റീൽസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും, ഓ ഇവരൊക്കെ ഭയങ്കര കഴിവാണ്, ഇവരൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണ്, എനിക്ക് ഒരിക്കലും ഇങ്ങനെ പറ്റില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് റിയാലിറ്റി അല്ല, അത് റീലാണ്. റീലും റിയാലിറ്റിയും എന്താണ്? രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മാറ്റേണ്ടത് ഈ കമ്പാരിസൺ, താരതമ്യം ചെയ്യുക. സെലിബ്രിറ്റീസിനെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരെയും ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെയും അവരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മൾ ആദ്യം നിർത്തണം. അതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ഏകദേശം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓവർ തിങ്കിങ്. അധികം ചിന്തയില്ലാത്ത ആൾക്കാര് ഒക്കെ സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആവശ്യത്തിന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുക, അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എന്താ പറയാ, എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുണ്ട് നമുക്ക്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞത് എന്താ? കമ്പാരിസൺ, താരതമ്യം ചെയ്യുക. രണ്ടാമത്തെ കാരണം നമ്മൾ പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ഫെയിലിയേഴ്സ് ആണ്. മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? പരാജയങ്ങൾ അനുഭവിച്ച് വന്നവരാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അങ്ങനത്തെ ചിന്തകൾ വരും. ഞാൻ എന്താ പറയാ, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പണ്ടത്തെ ഒരു ജനറേഷൻ വെച്ചിട്ട് ഇതിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഒരു 70, 80, 90s കിഡ്സിനൊക്കെ അറിയാൻ പറ്റും. നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം തോറ്റിട്ടൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇല്ലേ? സ്കൂളുകളിൽ നിന്നും ഏത് മദ്രസകളിലും ഒക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. പല പ്രാവശ്യം തോറ്റ ആൾക്കാരുണ്ടാവും. ഇന്ന് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താക്കുന്നില്ല, ഒരു പരാജയം എന്നുള്ളത് കുട്ടികൾക്ക് കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് അത് അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് ആ ഒരു എന്താ പറയാ 2-3 പ്രാവശ്യം ക്ലാസ്സിലൊക്കെ ഇരുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം പരാജയം അനുഭവിച്ചു വന്ന ആൾക്കാരാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഞാൻ സ്കൂളിലൊക്കെ പരാജയപ്പെട്ടതല്ലേ, ഞാൻ മാർക്ക് കുറഞ്ഞ ആളായിരുന്നില്ലേ എന്നുള്ള ഒരു തോട്ട് വരും. ഇത് സ്കൂളിലത്തെ കാര്യം മാത്രമല്ല, പൊതുവെ നമ്മള് ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചപ്പോ പണ്ട് കാലത്ത് ഇന്ന് കിട്ടുന്ന അപ്രീസിയേഷനും അക്സെപ്റ്റൻസ് ഒന്നും ഒരിക്കലും പണ്ട് കാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ കഴിഞ്ഞ മുമ്പ് നമ്മൾക്ക് കിട്ടാത്ത ആ ഒരു കോംപ്ലിമെന്റ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മള് മുമ്പ് ഒരുപാട് തോറ്റിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് നെഗറ്റീവ്സ് കമന്റ്സ് കേട്ടിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നലായിരിക്കും. അങ്ങനെ ആ ഒരു ചിന്തയിൽ ഉള്ള ആരെങ്കിലും ഇതിലുണ്ടോ? ഞാൻ പണ്ട് ഒരുപാട് ഫെയിലിയേഴ്സ് അനുഭവിച്ച ഒരാളാണ്, ഇനിയും ഇതുപോലത്തെ ഫെയിലിയേഴ്സ് ഉണ്ടാവും എന്നുള്ള ആരെങ്കിലും ഉണ്ടോ ഇതില്? എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടേ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് മെസ്സേജ് റിപ്ലൈ തരണം കേട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ രസമില്ല. പിന്നെ ഞാൻ മ്യൂട്ട് ഓൺ ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാല് ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധയില്ലാണ്ടൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് ഡിസ്റ്റർബൻസ് ആവും എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നിങ്ങളെ ഓൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ഷമിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ 3 കാരണങ്ങൾ പറഞ്ഞു. കമ്പാരിസൺ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞ? ഓവർ തിങ്കിങ് പറഞ്ഞു, പിന്നെന്താ നമ്മൾ പറഞ്ഞ? പാസ്റ്റ് ഫെയിലിയേഴ്സ് പറഞ്ഞു. ഇനി നാലാമത്തതാണ് നെഗറ്റീവ് എൻവയോൺമെന്റ്. നെഗറ്റീവ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സമൂഹം, നമ്മളുടെ സൊസൈറ്റി. നിനക്കൊന്നും പറ്റൂല, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ അങ്ങനെയാണ്, നിന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല, നീ എങ്ങനെ അത് പ്രസന്റ് ചെയ്യും? ഇങ്ങനെയൊക്കെ നമ്മൾ എന്നും നെഗറ്റീവ് എടുപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും അതുപോലത്തെ ആൾക്കാര്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറയും. പക്ഷെ എന്താ, നമ്മളൊരു പ്രോഗ്രാം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോ പറയും, അയ്യേ നീയാണോ അത് ചെയ്യുന്നേ, നിനക്ക് പറ്റില്ല, ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. കഴിവുള്ള ഒരാളെ കൂടി എന്ത് ചെയ്യാ? ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എപ്പോഴും അവഗണിക്കണം. അപ്പൊ യു ബിക്കേം വാട്ട് യു ഹിയർ റിപ്പീറ്റഡ്ലി എന്നാ പറഞ്ഞേ. നമ്മുടെ മനസ്സിൽ നമ്മൾ ചുറ്റും എപ്പോഴും കേട്ടിരിക്കുന്ന എന്താണോ അതായിട്ട് നമ്മൾ മാറും. ഏത് വാക്ക് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നോ ഇവഞ്ച്വലി നമ്മളത് വിശ്വസിക്കും. നമ്മളെ ബ്രെയിൻ അത് വിശ്വസിക്കും. മനസ്സിലായോ? ഒരു കുട്ടീനെ പോലെയാണ് നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ചുറ്റുമുള്ളത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് മൈൻഡ് വിശ്വസിക്കും, ബ്രെയിൻ അത് വിശ്വസിക്കും. പിന്നീട് എന്താവും? ഇവഞ്ച്വലി നമ്മൾ അങ്ങനെ കഴിവില്ലാത്ത ഒരാളായി മാറും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക? ഈ നെഗറ്റീവ് പീപ്പിൾ, അത് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള സ്വന്തം പാരന്റ്സ് ആയിക്കോട്ടെ, ആ വേർഡ്സ് നമ്മൾ കേൾക്കാൻ നിൽക്കണ്ട. നിനക്ക് പറ്റില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല. നമുക്കൊക്കെ പറ്റും. നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയ ആൾക്കാരൊന്നും അല്ല, പക്ഷെ നമ്മൾ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ്. അവർക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ മനുഷ്യരിലും പറ്റാത്ത എന്തൊക്കെയോ കഴിവുകൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും.
ആരെന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നല്ലൊരു ആഗ്രഹത്തോടെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് പറ്റും. അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒന്ന് എന്ത് ചെയ്യുക, പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം കമ്പാരിസൺ, രണ്ടാമത്തത് ഓവർ തിങ്കിങ്, മൂന്നാമത്തത് പാസ്റ്റ് ഫെയിലിയേഴ്സ്, നാലാമത്തത് നെഗറ്റീവ് എൻവയോൺമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മനുഷ്യന് കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കുന്നതിനുള്ള മെയിൻ റീസൺസ്. പിന്നെ ഒരു കാര്യം പൊതുവായിട്ടുണ്ട്, അത് നമ്മൾ മെയിൻ റീസൺ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ സ്ലാങ്, ലാംഗ്വേജിന്റെ പ്രശ്നം ഒരുപാട് ആൾക്കാരിൽ കാണാറുണ്ട്. ഇപ്പോ എന്താ പറയാ, എല്ലാ കഴിവുകളും അറിവുകളും ഒക്കെയുള്ള വ്യക്തിയായിരിക്കും, പക്ഷെ ഒരു നീറ്റ് ആയിട്ടുള്ള സ്ലാങ് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ പറയും നമ്മുടെ സ്ലാങ്ങിന് എന്താ കുഴപ്പമെന്ന് പറയും. ഇപ്പം മെയിൻ ആയിട്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ആ സ്ലാങ്ങിനെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഒരുപാട് റീൽസ് ഒക്കെ വരുന്നത്. അതിന്റെ ഭംഗിനെ എന്താ പറയാ എടുത്ത് കാണിക്കുന്ന രീതിയിൽ. ഇപ്പം കാസർഗോഡ് സ്ലാങ് കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ ഒട്ടും മനസ്സിലാവില്ല എന്നൊക്കെ പറയും. കണ്ണൂർ സ്ലാങ് അതിലും രസമാണ്. പക്ഷെ എല്ലാരും ഇപ്പോ ഒരു നമ്മൾ അച്ചടി ഭാഷ കുറച്ചും കൂടി ഫോർമൽ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊന്നും അറിയില്ല, അതെന്തിനാ അങ്ങനെ ഉപയോഗിക്കുന്നത്, എന്റെ സ്ലാങ് ഞാൻ യൂസ് ചെയ്യുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എവിടെ സംസാരിക്കുമ്പോഴും പലപ്പോഴും നമ്മളെ പിന്തള്ളപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ സ്ലാങ് എന്ന് പറയുന്നത്. അതായത് ഞാൻ കണ്ണൂർക്കാരിയായ ഒരാളാണ്, പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഫോർമൽ ആയിട്ട് സംസാരിക്കുന്നത് ഇതില് കാസർഗോഡുള്ള ആൾക്കാരുണ്ട്, എറണാകുളത്തുള്ള ആൾക്കാരുണ്ട്, മലപ്പുറത്തുള്ള ആൾക്കാരുണ്ട്, കോഴിക്കോടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പല ജില്ലകളിലുള്ള ആൾക്കാർ ഇതിലുണ്ട്. അപ്പൊ എന്റെ കണ്ണൂർ സ്ലാങ്ങിൽ ഞാൻ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. സത്യല്ലേ? നല്ല രസമാണ് കണ്ണൂർ സ്ലാങ് കേൾക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മളുടെ ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ ഒന്നാണ് ഈ സ്ലാങ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ലാങ് നമ്മൾ ഓരോരുത്തരും അനുസരിച്ച്, നമ്മൾ പറയില്ലേ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കണ്ടം തിന്നണം എന്ന് പറയും. കണ്ണൂരിൽ എങ്ങനെയാണ് പറയുന്നത്? ഇനി ഓരോ നാട്ടിലുകാര് ഒന്ന് കമന്റ് ചെയ്യൂ. സോറി, കമന്റ് ചെയ്യുന്നല്ല, ടെക്സ്റ്റ് ചെയ്യൂ. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം അല്ലേ? ഉണ്ട് 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 ഉണ്ട്. എല്ലാ നാട്ടിലും എങ്ങനെയാണോ പറയുന്നത്? കോഴിക്കോട്ടും അങ്ങനെ തന്നെ. ഓക്കെ ഓക്കെ, റിച്ചാണ്. അപ്പോ നമ്മള് സ്ലാങ് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിട്ട്. നമുക്ക് അത് വെച്ചിട്ട് എന്താ പറയുക, നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കുന്നത് കൊണ്ടോ നമ്മളൊരു കോൺഫിഡൻസ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളത്, അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അതായത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ലാങ്ങിൽ കുറച്ചൊക്കെ ആ സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം. അതൊരിക്കലും നമ്മൾ ഓവർ കോൺഫിഡൻസോ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ ശ്രമിക്കുന്നത് ഒന്നുമല്ല. നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്തിനാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഷ ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഓർമ്മിക്കണം. ഇനി നമുക്ക് കാരണങ്ങൾ മനസ്സിലായി അല്ലെ? ഏകദേശം കാരണങ്ങൾ മനസ്സിലായി. ഇനി ഇതെങ്ങനെ നമുക്ക് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. ഒന്ന് ഷേഹമ്മയുടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? ഓക്കെ ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞ, റീസൺസ് പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ ഈ കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള, കോൺഫിഡൻസ് വളർത്താനുള്ള സിമ്പിൾ ആയിട്ടുള്ള 6 സയന്റിഫിക് മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള 6 സയന്റിഫിക് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്മോൾ വിൻസ് ആണ്. സ്മോൾ വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആദ്യം നമ്മൾ പറയുന്നത് ഡോപാമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇതിന് റിവാർഡ് കെമിക്കൽ എന്നൊക്കെ പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മനസ്സിൽ ഒരു ചെറിയ കാര്യം ചെയ്തു. ഉദാഹരണമായിട്ട് ഞാൻ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തു, നല്ല ഭംഗിയിൽ പെട്ടെന്ന് തീർത്തു. അപ്പോ നമ്മുടെ മനസ്സിൽ ഈ ഡോപാമിൻ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ആ മനസ്സിൽ നല്ലൊരു കാര്യം ചെയ്തു, ഞാൻ എന്തോ ചെയ്തു, ഐ ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ബ്രെയിനിൽ ഈ ഡോപാമിൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ മാർക്ക് വാങ്ങിയിട്ട് വരുമ്പോൾ മോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ
ആ കുട്ടിക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെ നമ്മൾ അറിയാണ്ട് നമ്മളെ ബ്രെയിനിൽ അങ്ങനെ ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഡൊപാമിൻ ഇങ്ങനെ എന്ത് ചെയ്യും? ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഓരോ ഡേ ബൈ ഡേ, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ എന്താ പറയാ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഡൊപാമിൻ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യും. കേൾക്കുന്നില്ല? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഡൊപാമിന്റെ, അതായത് നമ്മൾ സ്മോൾ വിൻസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ നേട്ടങ്ങളെ കൊണ്ട് നമ്മളുടെ ഡൊപാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി കൂടും. നമുക്ക് പിന്നെ അത് കഴിഞ്ഞ സമയത്ത് ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് അടുത്ത സമയത്തേക്ക് ചെയ്യാനുള്ള എനർജിയാണ് നമ്മുടെ മൈൻഡിലേക്ക് ഡൊപാമിൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു 10 മിനിറ്റ് നടക്കാൻ പറ്റുന്നതാണെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിങ് ചെയ്യുന്നതിന് ചെയ്യാം. ഇനി എന്താ പറയുക, പഠിക്കണം എന്നുള്ളവർ അതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ എന്ത് കാര്യത്തിലാണ്, ഇപ്പൊ ഒരു വർക്കൗട്ടിന്റെ കാര്യം മാത്രമല്ല, പഠിത്തത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിക്കുന്നെങ്കിൽ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോ 2 മിനിറ്റോ നമ്മൾ ഡെയിലി ചെയ്യാം. ആ സ്മോൾ ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് എളുപ്പമാകും. നമ്മൾക്ക് കോൺഫിഡന്റ് എന്താവും? നമ്മുടെ കോൺഫിഡന്റ് ബൂസ്റ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു സ്മോൾ വിൻസ്, ചെറിയ ചെറിയ നേട്ടങ്ങൾ നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർ പോസ്റ്റർ. പവർ പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ, എല്ലാവരും ശ്രദ്ധിക്കണേ, പവർ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുത്തം തന്നെ. നമ്മുടെ ഇങ്ങനെ കുനിഞ്ഞ് എന്താ പറയാ, ഒരു ശ്രദ്ധയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സൈഡ് ചെയ്തിട്ടൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ സ്റ്റേജിൽ നിൽക്കുന്നതാണെങ്കിലും നടത്തത്തിലായാലും. ഇപ്പൊ ഞാനടക്കം നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഞാനൊക്കെ ആദ്യം നടക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ ബെൻഡ് ആയിരിക്കും, ഷോൾഡർ ബെൻഡ് ചെയ്തിട്ടാണ് നടക്കുക. മെയിനായിട്ട് കോൺഫിഡൻസ് തുറക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരാളെ ഫേസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റേജ് ഒന്നും ആവണ്ട, നമ്മളൊരു പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതാണെങ്കിലും ജസ്റ്റ് ഒരു ക്ലാസ് എടുക്കുന്നതാണെങ്കിലും, എവിടെയാണ് നിങ്ങൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം, ആ പ്ലേസ് എവിടെയായാലും ഏത് സിറ്റുവേഷനിലായാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നമ്മുടെ എന്താ പറയാ, എല്ലാ ഫങ്ഷൻസും പ്രോപ്പർ ആയിട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ. നമ്മൾ കുട്ടികളുടെ പഠിക്കുമ്പോൾ പറയുന്നില്ലേ, മെമ്മറി കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ, പഠിച്ചതൊക്കെ തലയിൽ കയറണമെങ്കിൽ നിങ്ങൾ നട്ടെല്ല് നിവർത്തിയിരിക്കണം എന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഇപ്പൊ മെയിൻ ആയിട്ട് നല്ല സീറ്റൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. എപ്പോഴും കുട്ടികൾ ഈ ഇങ്ങനെ ഒടിഞ്ഞും ചെരിഞ്ഞും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് അവർക്കുള്ള കോൺഫിഡൻസും ആ ഒരു മെമ്മറി കപ്പാസിറ്റിയും ഒക്കെ കുറയും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളും ഇരിക്കണം, നമ്മുടെ മക്കള്, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും എന്തായിരിക്കണം? ഷോൾഡർ എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ എന്ത് ചെയ്യാം? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരായാലും കോൺഫിഡന്റ് ഉള്ള ആൾക്കാരായാലും ടെൻഷനൊക്കെ ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാം? നമ്മളൊരു ഡീപ് ബ്രീത്ത് എടുക്കുക. അപ്പൊ ഡീപ് ബ്രീത്ത് എങ്ങനെ എടുക്കുക? ആർക്കെങ്കിലും ഒരാൾ ക്യാമറ ഓൺ ചെയ്തേ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോ നമ്മള് ഡീപ് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, ഷോൾഡറൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ മൂക്കിലൂടെയാണ് ശ്വാസം എടുക്കേണ്ടത്. അങ്ങനെ 2-3 പ്രാവശ്യം മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ ചെറുതായിട്ട്, വായിലൂടെ മാത്രം ശ്വാസം എന്ത് ചെയ്യുക? പുറത്തേക്ക് വിടുക. ഈ കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ്, നമ്മളെ എന്താ പറയാ, മൈൻഡ്, നമ്മളെ ബ്രെയിൻ ഒന്ന് റിലാക്സ് ആവും. നമുക്കൊരു പോസിറ്റീവ് വൈബ് മൈൻഡിലേക്ക് എന്താ പറയാ ഫില്ലാവും. നമ്മുടെ ശരീരത്തിലും ആ ഒരു പോസിറ്റീവ് വൈബ് ഫില്ലാവും. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു സ്മോൾ വിൻസ് ആണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് പവർ പോസ്റ്റർ ആണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സെക്കൻഡേ, ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ,
സോറി കേട്ടോ, ഇത്തിരി വെള്ളം കുടിക്കാൻ പോയതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ടോക്ക്. സെൽഫ് ടോക്ക് റീവയറിംഗ് എന്ന് പറയും. സെൽഫ് ടോക്ക് റീവയറിംഗ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇന്റേണൽ ഡയലോഗ്സ് ആണ്. ഈ ഇന്റേണൽ ഡയലോഗ്സ് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അതായത് സ്വാഭാവികമായിട്ടും എനിക്ക് പറ്റില്ല, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നീ ഒന്ന് സംസാരിക്കും, എനിക്ക് പറ്റില്ല, ഈ ഒരു സംഭവം നമ്മൾ മാറ്റണം. എന്ത് ചെയ്യണം? ഞാൻ പഠിക്കും, എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ പഠിക്കും. പിന്നെ രണ്ടാമത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ലാംഗ്വേജ് ഫ്ലുവൻസി, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലെ. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് അതൊന്നും എനിക്ക് പറ്റുന്ന കേസൊന്നും അല്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ എന്ത് ചെയ്യും? എനിക്കതൊന്ന് പഠിക്കണമെന്നുണ്ട്, നന്നായിട്ട് അതൊന്ന് പ്രസന്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അതൊരു ഇന്ററാക്ഷൻ സെക്ഷൻസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്കത് പഠിക്കണമെന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നമ്മളെ മൈൻഡിനെ കൊണ്ടുവരണം. എനിക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള നമ്മളുടെ സെൽഫ് ഡയലോഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മളെ ഡയലോഗിനെ നമ്മളെ മൈൻഡിലേക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് എന്ത് പറയുന്നത്? സെൽഫ് ടോക്ക് റീവയറിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ റെഗുലേഷൻ ആണ്. ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് കാമായിട്ട് വെക്കുക. എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ടെൻഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എപ്പോഴും മൈൻഡ് കാമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഈ ഒരു കോൺഫിഡൻസ് എവിടെയാണോ നമ്മൾ കോൺഫിഡൻസ് നമുക്ക് വേണ്ടി വരുന്ന ആവശ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു പവർ പോസ്റ്റർ ഒക്കെ നമ്മൾ ചെയ്തിട്ട്, പവർ പോസ്റ്റർ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, ഷോൾഡർ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ബ്രീത്ത് ഒക്കെ നന്നായിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതില് നമ്മൾ നാലാമത്തെ ഈ കാര്യം പറഞ്ഞു, ഇമോഷണൽ റെഗുലേഷനിൽ നമ്മൾ ചിന്തിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം മൈൻഡ് കാമായിട്ടിരിക്കുക. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പവർ പോസ്റ്റർ ഒക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം? മൈൻഡ്, നമ്മളെ ടെൻഷനൊക്കെ കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 4-5 സെക്കൻഡെങ്കിലും ഡീപ് ബ്രീത്ത് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എന്ത് ചെയ്യുക? പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു 4-5 പ്രാവശ്യമെങ്കിലും ചെയ്താൽ മതി. അത് നമുക്ക് ഈ ഒരു കോൺഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുക, പ്രസന്റ് ചെയ്യാന്ന് മാത്രമല്ല, നമുക്കൊരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോൺഫിഡൻസ് ഇല്ലാതെ എനിക്ക് പറ്റൂല അങ്ങനെയുള്ള രീതിയിൽ. അപ്പം ഈ എന്താ പറയാ, പരീക്ഷ എഴുതാനൊക്കെ പോകുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മുടെ PG ഡിഗ്രി ഒക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷ ഹാളിൽ എത്തിക്കഴിഞ്ഞാല് പെട്ടെന്ന് കയറി ഇങ്ങനെ വാരിക്കൂരി എനിക്ക് പറ്റില്ല, ടെൻഷനായി, അങ്ങനെ ഭയങ്കര ആങ്സൈറ്റിയോടുകൂടി നിൽക്കുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് നല്ലൊരു ഡീപ് ബ്രീത്ത് എടുക്കുക, നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. അങ്ങനെ അത് കണ്ണടച്ചിട്ട് ചെയ്യുക. കണ്ണടച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ തന്നെ പുറത്തേക്ക് വിടുക. ഒരു 4-5 പ്രാവശ്യം, പറ്റുവാണെങ്കിൽ ഒരു 6-7 കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് എന്താ പറയാ, നമ്മളൊന്ന് എഴുതാനൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താവും? ഭയങ്കര ഒരു കോൺഫിഡൻസ് ഫീൽ ആവും. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വൈറ്റ് സിറ്റിംഗ് ആയിരിക്കണം, നമ്മളൊരു കാമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം. പിന്നെ എന്ന് പറയുന്നത് 3 മിനിറ്റ് ഗ്രൗണ്ടിങ് എന്ന് പറയും. നമ്മൾ ചുറ്റുമുള്ളതൊക്കെ നിരീക്ഷിക്കണം. നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ കയറുകയാണ്, ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ വേണ്ടി സ്റ്റേജിൽ കയറുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്യാൻ ചിലപ്പോൾ ടൈം കിട്ടണമെന്നൊന്നുമില്ല. എന്നാൽ പോലും അതിൽ ആ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ആയാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, ഡീപ് ബ്രീത്ത് ചെയ്യുക, അതുപോലെ തന്നെ മൈൻഡൊക്കെ ഒന്ന് കാമാക്കി വെക്കുക. പിന്നെ എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിങ്, ചുറ്റുമുള്ളതൊക്കെ ഒന്ന് നമ്മൾ ആരൊക്കെയാണ് കാണുന്നത്, എന്താണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്നൊക്കെയുള്ളത് ഒന്ന് മൈൻഡ് ഇതാക്കുക. നേരെ മറിച്ച് നമ്മളത് ഒരു സ്പീക്കിംഗ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ടൊക്കെ പോവുകയാണെങ്കിൽ, നേരെ മൈക്കൊക്കെ കിട്ടി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ, അത് അവിടെ ഉണ്ടായിരുന്നോ, ഇത് ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള നമ്മുടെ ശ്രദ്ധ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പോകും. അപ്പൊ ഈ ഒരു ഗ്രൗണ്ടിങ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരു എക്സാമിന്റെ ഹാളിലായാലും നമ്മൾ അതുപോലെ ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. അത് മൊത്തത്തിൽ ഒന്ന് നമ്മുടെ മൈൻഡൊക്കെ കൂളാക്കാനൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പോഷർ പ്രാക്ടീസ് എന്ന് പറയും. എക്സ്പോഷർ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പം നമ്മൾ എത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, റിലീജിയസ് ആയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവര് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാട്ടോ. എത്തിസ്റ്റ് ആയ ആൾക്കാർക്ക് പ്രാർത്ഥന ഭയങ്കര ഒരു മരുന്നാണ്. നമ്മൾ
ഒരു ഞങ്ങൾ സ്പിരിച്വൽ സൈക്കോളജിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ടീംസ് ആണ്. അപ്പോൾ ഞങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് പ്രാർത്ഥന. നമ്മൾക്ക് ഏതൊരു എന്താ പറയാ ഏത് റിലീജിയനിൽ ഇരിക്കുന്ന ആൾക്കാരായാലും നമ്മളുടെ ക്രിയേറ്റർ, നമ്മുടെ ദൈവത്തില്, അത് യേശു ആവട്ടെ, എന്താ പറയാ ശിവനാവട്ടെ, അല്ലാഹു ആവട്ടെ, ആരും ആവട്ടെ, ആ ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് മനസ്സ് ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്, അത് ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ എത്തിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തേ കേട്ടോ. പക്ഷെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ എനിക്ക് അറിയാം ഒരുപാട് എത്തിസ്റ്റുകൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. യൂണിവേഴ്സിന് ഒരു പവർ ഉണ്ട്, നിങ്ങൾ അത് വിചാരിച്ചാലും മതി. അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നില്ലേ, നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും യൂണിവേഴ്സ് നമുക്ക് അതെന്ത് ചെയ്യും, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മൾക്കത് കൊണ്ടുതരും എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ഈ നല്ലൊരു ചിന്തയോടുകൂടി എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമ്മളിലേക്ക് എത്തും. അത് വിശ്വാസികൾ എന്തായാലും ക്രിയേറ്റർ എന്ന രീതിയിലേക്ക് വിശ്വസിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാത്തവര് യൂണിവേഴ്സിന്റെ പവർ എന്നുള്ള രീതിയിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് നോർമലി ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെയൊക്കെ നമ്മള് പഠിത്തത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്ന ആൾക്കാരുടെ കാര്യത്തിലൊക്കെയാണ്. ഇനി നമുക്ക് ഒരുപാട് വീട്ടമ്മമാര് പറയാറുണ്ട്, ഞാനത് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു മീറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിലൊക്കെ ഒരു വോയിസ് മെസ്സേജ് ഇടാനുള്ള ഒരു പേടി. ഓക്കെ, അപ്പോ നമ്മൾ ഗ്രൂപ്പിലൊക്കെ വോയിസ് മെസ്സേജ് ഇടാനുള്ള ഒരു മടി. പക്ഷെ ഈ ടെക്സ്റ്റ് മെസ്സേജ് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്താണ് ആ മെസ്സേജിൽ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ടെക്സ്റ്റ് മെസ്സേജ് കൊണ്ട് നമുക്ക് കിട്ടാറില്ല. നമ്മൾ പല തെറ്റായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ വരും. അപ്പൊ വോയിസ് മെസ്സേജ് ഇടേണ്ട അവസ്ഥകളൊക്കെ നമ്മൾ വരും. അപ്പൊ ഇതിന് പോലും മടിയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും വോയിസ് മെസ്സേജ് ഇടണം. അത് തന്നെയാണ്. ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആ കാര്യം നിങ്ങൾ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ വെച്ചാൽ എല്ലായിടത്തും കയറി നിങ്ങൾ സംസാരിക്കണം, പ്രശ്നം ഉണ്ടാക്കണം എന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കത് ഇടാൻ പറ്റില്ല. ഞാനതിട്ടാ അവരൊക്കെ എന്തൊക്കെയോ വിചാരിക്കും, എനിക്ക് ഈ പറഞ്ഞ പോലെ സ്ലാങ്ങിന്റെ പ്രശ്നം വരും, അല്ലെങ്കിൽ എന്താ പറയാ സംസാരിക്കാൻ അറിയില്ല. ഈ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ആരും, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ടാലന്റ് അല്ല. ഡേ ബൈ ഡേ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ സ്മോൾ സ്റ്റെപ്പായിട്ട് ചെയ്യണം. നമ്മൾ ഒരു ഫസ്റ്റ് ദിവസം ഈ ഒരു വോയിസ് മെസ്സേജ് ഇടുമ്പോൾ നമ്മുടെ ഡോപാമിൻ എന്ത് പറയും, നിനക്ക് പറ്റും, നിനക്ക് ഇനിയും പറ്റും, നീ നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറയും. അപ്പൊ ഡെയിലി അത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഡോപാമിൻ നന്നായിട്ട് ക്രിയേറ്റ് ആവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാൻ പറ്റും. അപ്പോ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പ്രെയർ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വോയിസ് മെസ്സേജ്. അപ്പോ നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ ഇപ്പോ നമ്മൾ പബ്ലിക് സ്പീക്കേഴ്സ് ആകുന്നവരും ഇതുപോലത്തെ ആൾക്കാര്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഹൗസ് വൈഫുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഹൗസ് വൈഫായ ആൾക്കാർ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയല്ലേ പബ്ലിക്ലി സംസാരിക്കണ്ട, എനിക്കൊരു ഗ്രൂപ്പിലെങ്കിലും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ നമ്മളെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ സംസാരിക്കാം. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു പിന്നെ എന്താ പറയാ ഫെസിലിറ്റി ഉണ്ട്, നമ്മുടെ തന്നെ നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ നമ്മൾ വോയിസ് മെസ്സേജ് അയച്ചു നോക്കാം. ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. ആദ്യമൊക്കെ തോന്നും ഇതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നിയിട്ട് നമ്മൾ 2 3 ഒരുപാട് നിങ്ങൾ എത്ര വേണമെങ്കിലും മെസ്സേജ് അയച്ചോ, നമ്മുടെ നമ്പറിലേക്ക് തന്നെയല്ലേ നമ്മൾ അയക്കുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ, ആരും ഒന്നും പറയാനില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാ, നമ്മള് നമ്മുടെ നമ്പറിലേക്ക് തന്നെ നമ്മൾ മെസ്സേജ് അയക്കുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പിന്നെ സിബ്ലിങ്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ ആരുടെയെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ആയാലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള, ചെയ്താലും കുഴപ്പമൊന്നുമില്ല അവർ പറഞ്ഞോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നെഗറ്റീവ് സറൗണ്ടിങ്സ്, അത് നമ്മൾ എപ്പോഴും മൈൻഡിൽ ഓർമ്മ വേണം കേട്ടോ. അപ്പം അവരോട് നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും, ഇല്ല ഞാനൊന്ന് എന്റെ സംസാരം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വോയിസ് മെസ്സേജ് ഒക്കെ അയക്കൂട്ടോ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതൊക്കെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ വലിയ ഗ്രൂപ്പുകളിലേക്കും നമുക്ക് സംസാരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ വലിയ ഗ്രൂപ്പുകളിലേക്കും നമുക്ക് വോയിസ് പിന്നീട് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി
അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫേസ് ചെയ്യാൻ മടി. അതായത് വോയിസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിൽ പോലും വീഡിയോ ഓൺ ചെയ്യാൻ മടിയുള്ള ആൾക്കാരുണ്ട് അല്ലെ, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് എല്ലാരും ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല. ഇപ്പൊ എന്നെക്കാൾ എത്രയോ ഭംഗിയുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട് ഇല്ലേ? നമ്മുടെ ഇപ്പൊ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും മടിക്കുന്നത്. ഇപ്പൊ അതിൽ റിലീജിയസ് വൈസ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, എന്നെ ആരും കാണണ്ട എന്ന്. അവരല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് എന്നെ കാണിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് എന്താ പറയാ, നല്ല രീതിയിൽ ഇതൊന്ന് കാണാനും ഇത് നല്ല രീതിയിൽ പഠിക്കാനും ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ പല ഇതിലും എനിക്ക് വീഡിയോ എന്റെ ഫേസ് കാണിച്ചുകൊണ്ട് എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് സംസാരിച്ചു നോക്കാം. വീട്ടിലെ എല്ലാവരുടെ മുന്നിൽ നിന്ന് ചെയ്യരുത് കേട്ടോ, തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ചിട്ട് എല്ലാരും പറയും എന്തോ പറ്റി, വട്ടാണ്, ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി, കണ്ണാടിയോട് സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയും. പക്ഷെ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞില്ലേ കുറെ ആൾക്കാർ അങ്ങനെ പറയും, പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ എന്താ പറയാ, നമ്മളെ തന്നെ നമ്മള് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വോയിസ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വോയിസിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വോയിസ് ഇട്ട് ശ്രമിക്കുക. നമ്മൾ പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മൾ സംസാരിച്ച് നോക്കാം. ഒന്നുമില്ല, ഇപ്പൊ ജസ്റ്റ് ഫോട്ടോ ഇങ്ങനെ ഓണാക്കി ഇരിക്കേണ്ട ഒരു പ്രോഗ്രാം ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണാടി എടുക്കുക, നോക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് ഏത് അപ്പൊ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇരുന്ന എനിക്ക് കുറച്ചും കൂടി എന്നെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നു. അത് നിങ്ങൾ സെറ്റ് ചെയ്യുക. കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ പോരായ്മ എന്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അത് മാറ്റി പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ എന്താ പറയാ ക്വാളിറ്റി എന്താണ്, ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് എന്ന് കാണുന്നതാണെങ്കിൽ അങ്ങനെ ഇരിക്കുക. അപ്പൊ ഇങ്ങനത്തെ ആ ഒരു ക്യാമറ ഫേസ് ചെയ്യാനുള്ള മടി അതുകൊണ്ട് മാറിക്കിട്ടും. പിന്നെ സംസാരിക്കാൻ, അതായത് പബ്ലിക്കലി സംസാരിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നിന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക. നമ്മുടെ നടന്നിട്ടും ദൂരത്ത് വെച്ചിട്ടൊക്കെ, അടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അടുത്ത് വെച്ചിട്ട് ദൂരത്ത് വെച്ചിട്ടൊക്കെ നമ്മൾ ആക്ഷൻസ്, ഇപ്പൊ നിന്നിട്ട് ഇപ്പൊ നമ്മള് പണ്ട് കുട്ടികൾ ഉണ്ടാവില്ലേ ഈ ആംഗ്യപ്പാട്ടില് ഇതാകുന്ന പോലെ, അല്ലെങ്കിൽ നിന്നിട്ട് ഇങ്ങനെ വെറുതെ ആടി, അങ്ങനെയല്ല. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ കയ്യും കെട്ടി അങ്ങനെ സംസാരിക്കാനല്ല. നമ്മൾ കൈയും കാലുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. എന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നെന്താ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യുന്നതിൽ വലിയ വൃത്തിയോടൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് ആര് പറഞ്ഞാലും എനിക്കിത് ചെറിയ ചെറിയ മാറ്റങ്ങളല്ലോ, അതൊക്കെ എനിക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലപ്പോൾ എന്റെ സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും, ശബ്ദത്തിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഹൈറ്റിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നിറത്തിന്, അതൊക്കെ ഓക്കെ. ഇതിനേക്കാൾ കുറവുകളുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ബെറ്റർ ആണ്, ഞാൻ പഴയതിനേക്കാൾ ഒരുപാട് ബെറ്റർ ആയി എന്നുള്ള റിസൾട്ടിലേക്ക് നമ്മളുടെ മൈൻഡ് നമ്മളെ കൊണ്ടെത്തിക്കും. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ദിവസം ചെയ്യേണ്ട കാര്യമല്ല പറഞ്ഞ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയുള്ളൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത് മീനിങ് ഫുൾ എൻവയോൺമെന്റ് ആണ്. മീനിങ് ഫുൾ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മളെ നെഗറ്റീവ് ആക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. പോസിറ്റീവ് പീപ്പിളും നെഗറ്റീവ് പീപ്പിളും. അതായത് പോസിറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ എനർജീനെ ഡ്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രശംസിക്കുന്ന ആൾക്കാരൊക്കെ, ഇടി അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ, സൂപ്പറായിട്ട് ചെയ്തു, നിനക്ക് പറ്റും, നിനക്ക് കഴിവുണ്ട്, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിനക്ക് മാറ്റാൻ പറ്റും, ഇത് ഇന്നത് മാറ്റണം എന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. നേരെ തിരിച്ച് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നീ ഷോ കാണിക്കുകയാണോ, അല്ലെങ്കിൽ അത് ശരിയില്ല, എന്താ പറയാ, നിന്റെ ഇപ്രാവശ്യം കാണാൻ തീരെ ഭംഗിയില്ല, ഇന്ന ഡ്രസ്സ് നിനക്ക് പറ്റില്ല, അതൊക്കെ നെഗറ്റീവായിട്ട്. അതിൽ നമ്മൾ പറഞ്ഞല്ലോ, അതില് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു എന്താ പറയാ, എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത റീല് കണ്ടിട്ടുണ്ടായിരുന്നു. വിമർശിക്കുമ്പോൾ അതില് നമുക്ക് പറ്റിയ കണ്ടന്റ് നമ്മൾ എന്തായാലും എടുക്കണം. ഒരാൾ നെഗറ്റീവ് പറയുന്നു എന്ന് കരുതിയിട്ട് അവരെ മൊത്തമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അതിൽ നല്ലതായിട്ട് നമ്മളുടെ അടുത്ത് നമുക്ക് മാറ്റേണ്ട കാര്യമാണോ എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അത് മാറ്റണം എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യമാണെങ്കിൽ, നമ്മൾക്കത് ബോധ്യമാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിന് എടുക്കുക. അതിന് നല്ലത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക.
ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പോസിറ്റീവ് പീപ്പിളിലേക്ക് മാത്രം നമ്മൾ മാക്സിമം ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കണം. നെഗറ്റീവ് പീപ്പിൾസിന്റെ നെഗറ്റീവ് കളഞ്ഞിട്ട് അവർ തരുന്ന പോസിറ്റീവ് വൈബ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഡബിൾ സ്ട്രോങ് ആയിരിക്കും. മനസ്സിലായോ? ഞാൻ അടുത്ത് വെള്ളം കുടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്യുന്നേ. അപ്പൊ നമ്മൾ 6 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞ, ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും പറഞ്ഞ ഏതെങ്കിലും മെത്തേഡ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, സയന്റിഫിക് സിമ്പിൾ മെത്തേഡ്സ് ആണ് പറഞ്ഞത്. അപ്പോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരെണ്ണം. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 6 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു കാര്യമെങ്കിലും ആർക്കെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരും ഇല്ലേ? ആരും ക്ലാസ് കേൾക്കുന്നില്ലേ? ആഹാ, ഓക്കെ. കണ്ണാടിയിൽ സംസാരിക്കുക റസില. ആഹാ, ഗുഡ്. ഇതാണ് കോൺഫിഡൻസ്. അറിയാം, പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മടിയില്ലേ, ഇത് തന്നെ നമ്മൾ കോൺഫിഡന്റ് അല്ല എന്നുള്ള. നിങ്ങൾ ഏത് ടൈറ്റില് ആണ് കണ്ടിട്ടാണ് ഈ ഒരു ക്ലാസ് കേൾക്കാൻ വന്നത്? ഇത്രയും സമയം നിങ്ങൾ എന്താണ് കേട്ടോണ്ടിരുന്നത്? അതിന്റെ ഒരു 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 എന്താ പറയാ, 1% കാണിക്കണ്ടേ? നിങ്ങൾ കേട്ടതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇതിലേക്ക് അയക്കി. തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പൊ പണിഷ്മെന്റ് ഒന്നും തരാൻ പോകുന്നില്ലല്ലോ. ഓക്കെ, ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്തല്ലോ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം റീസൺസ് പറഞ്ഞു, അതിനുശേഷം നമ്മൾ പറഞ്ഞത് 6 സയന്റിഫിക് മെത്തേഡാണ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മളെ കോൺഫിഡൻസ് വളർത്താനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മോൾ വിൻസ് ആണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് നമ്മളോട് പറയും ഐ ക്യാൻ ഡു ദിസ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മുടെ എന്തായും ന്യൂറൽ പാത്വേ സ്ട്രെങ്തനിങ് ചെയ്യും. അതായത് നമ്മളുടെ ചിന്തകളിനെ പിന്നെയും പിന്നെ അത് ഉറപ്പിച്ചെടുത്തിട്ട് നമ്മൾക്ക് കോൺഫിഡൻസ് തരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർ പോസ്റ്റർ ആണ്. നമ്മുടെ ഇരുത്തം സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡർ ഒക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ടോക്ക് റീവയറിംഗ് എന്നാണ് പറഞ്ഞത്. അതായത് ഇന്റേണൽ ഡയലോഗ്സ് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റില്ല എന്നതിൽ നിന്ന് ഞാൻ പഠിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡിനെ കൊണ്ടുവരുന്ന സ്റ്റെപ്പാണ് സെൽഫ് ടോക്ക് റീവയറിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് ഇമോഷണൽ റെഗുലേഷൻ ആണ്. നമ്മളെ മൈൻഡ് കാമാക്കി വെച്ചിട്ട് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് നല്ലൊരു ക്വയറ്റ് സിറ്റിങ്ങും ഗ്രൗണ്ടിങ്ങും നമ്മുടെ ചുറ്റുപാടൊക്കെ നിരീക്ഷിച്ചിട്ട് നമ്മളൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പോഷർ പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. എക്സ്പോഷർ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക, വോയിസ് മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റുന്നവർ അങ്ങനെയൊക്കെ അയച്ച്, പിന്നെ സ്മോൾ ഗ്രൂപ്പിലേക്ക് അയച്ച്, അതുപോലെ തന്നെ ലാർജ് ഗ്രൂപ്പുകളിലേക്ക് അയക്കുക. സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക. അത് ഫോട്ടോ എന്താ പറയുക, ക്യാമറ ഒക്കെ ഓൺ ചെയ്യാൻ മടിയുള്ള ആൾക്കാർ, ജസ്റ്റ് ഒരു ഗൂഗിൾ മീറ്റിൽ മടിയുള്ള ആൾക്കാരാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മുടെ ആംഗിൾ ഒന്ന് നോക്കുക. അതുപോലെ സംസാരിക്കാൻ പറ്റുന്നവര് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് നോക്കാം. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ എൻവയോൺമെന്റ് ആണ്. അതായത് നമ്മൾ പോസിറ്റീവായ പീപ്പിളിനെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നെഗറ്റീവായ സോറി പറഞ്ഞത് തെറ്റിപ്പോയിട്ടോ. പോസിറ്റീവ് പീപ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവ് പീപ്പിളിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതായത് സപ്പോർട്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവ് പീപ്പിൾസ് ഡ്രെയിനിങ് ആയിട്ടുള്ള നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന, നമ്മളെ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നല്ലത് മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതാണ്, കോൺഫിഡൻസ് ഈസ് നോട്ട് എ ടാലന്റ്. അത് തീർച്ചയായിട്ടും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെ സംസാരിക്കും. ഇപ്പം എവിടെയെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഒരു ക്ലാസ് നടത്തുകയാണ്, ഇതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കരുതി ആരുടെ കഴിവിനെയും ഞാൻ ഒരിക്കലും ഇകഴ്ത്തി പറയുന്നതല്ല. നമ്മൾ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ വേഗം ചാടിക്കേറി എനിക്ക് പറ്റും എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ആണ്. നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്ത്, ഇപ്പൊ എനിക്കൊന്നും ആദ്യം ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാൻ അറിയില്ലായിരുന്നു.
അപ്പൊ കുറേശ്ശെ ഞാനത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാ. പെട്ടെന്ന് ഒരു ദിവസം ഒരു ഗൂഗിൾ മീറ്റ് കയറി ഞാനത് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അതെനിക്ക് ചിലപ്പോൾ ഫെയിലിയേഴ്സ് ആണ് ഉണ്ടാക്കുക. പിന്നെ ജീവിതത്തിൽ ചിലപ്പോൾ എനിക്കത് ഇതുപോലത്തെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് ഓൾറെഡി അത് ഫെയിലിയർ നമുക്ക് കിട്ടിയത് കൊണ്ട്, നെഗറ്റീവ് എനർജി ആയതുകൊണ്ട് പിന്നീട് എനിക്ക് വളരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓവർ കോൺഫിഡൻസ്, അതാണ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആ സാഹചര്യം നോക്കാതെ പെട്ടെന്ന് ഒരു ആവേശത്തിൽ എടുത്തുചാടി ചെയ്യുന്ന സംഭവം. അപ്പൊ നമ്മൾ അത് ചെയ്യാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറേശ്ശെയായിട്ട് കൂട്ടി കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കോൺഫിഡൻസ് ഒരു ദിവസം കൊണ്ട് വളരില്ല. എന്താവും, സ്മോൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ തീർച്ചയായിട്ടും നമ്മളെ എന്ത് ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിലാണോ കോൺഫിഡൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നത് ആ കാര്യത്തിലേക്ക് 100% കോൺഫിഡന്റ് ആയ ഒരു വ്യക്തിയായിട്ട് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഓൾറെഡി ഹാഫ് വേ ദർ. തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ബോറടിപ്പിച്ചോന്ന് അറിയില്ല. ഞങ്ങള് ഒരു സ്കിൽ അപ്പ് എന്ന് പറയുന്ന ഒരു ടീം, സൈക്കോളജിസ്റ്റിന്റെയും കൗൺസിലേഴ്സിന്റെയും ഒരു ടീമാണ്. അതുപോലെ തന്നെ മൈൻഡ് വിസ്റ്റ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ടീമുണ്ട്. ഞങ്ങളുടെ ഇനി മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലത്തെ ഫ്രീ ആയിട്ടുള്ള ക്യാമ്പയിൻ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഒരു സോഷ്യൽ അവയർനെസ്. നമ്മള് കുറച്ച് ആൾക്കാർ ഇപ്പോ എന്താ പറയാ ഇതിന്റെ ഒരു സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. ഒരു സോഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന നിലയിൽ മറ്റുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അവരുടെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഓൺലൈൻ ക്ലാസ്സസും അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനങ്ങൾ ആവശ്യമാണെങ്കിൽ, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും പേഴ്സണൽ കൗൺസിലിംഗ് ആയാലും, നിങ്ങൾക്ക് ഏത് മേഖലകളിലാണോ നിങ്ങൾ, അതിപ്പോ നിങ്ങളുടെ ഓഫീസിലായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു പ്രമോഷൻ അല്ല, ഞങ്ങൾ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്ക് എന്ന നിലയിൽ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ടീം 2 പേരുണ്ട്. സ്കില്ലപ്പ് ആണ് മെയിൻ ആയിട്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ എന്താ പറയാ ഒരു എനർജി പവർഫുള്ളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ട് അതിന്റെ ഒരു ലോഞ്ചിങ് അടുത്ത് നടക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഫുൾ സപ്പോർട്ട് വേണം. ഇതുപോലത്തെ ഫ്രീ വെബിനാർസ്, ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ ഒരുപാട് സൈക്കോളജിസ്റ്റ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോ ഈ ഒരു എന്റെ ഇത്രയും സമയം കേട്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സ്കില്ലപ്പിൽ ഞങ്ങളുടെ മറ്റ് ടീം ലീഡേഴ്സിനോടും ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങള് അൺമ്യൂട്ട് ചെയ്യാം. ഫീഡ്ബാക്ക് പറയാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യാം. ഇനി പേഴ്സണലി നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. ആരും റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. പിന്നെ ഒരു കാര്യം, നെഗറ്റീവ് ആണെങ്കിലും പറയണം കേട്ടോ. ഇത് കൊള്ളൂല, ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇത് തെറ്റാണ്, അതും നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ഒരുപാട് ആൾക്കാർ എന്റെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന മേഖലയിലാണ് ഡൗട്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എന്താ പറയാ സംശയമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എനിക്ക് അറിയുന്ന പോലെ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞുതരാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ആരും ഇല്ലേ? എല്ലാരും പോയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇപ്പൊ ആരും ചോദിക്കാൻ മടിക്കണ്ട. നിങ്ങൾക്ക് എവിടെയാണ് കോൺഫിഡൻസ് കുറയുന്നത് എന്നുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞത് ചിലപ്പോ ചില ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതല്ലാതെ പല ഡൗട്ട്സുകളും ഉണ്ടാവും. ഇപ്പൊ എൻ്റെ ഒരു റിലേറ്റീവ്, പുള്ളി ഭയങ്കര കോൺഫിഡന്റ് ആണ്, എല്ലാ കാര്യത്തിലും ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ പുള്ളിക്ക് ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറി പോകാൻ പേടിയാണ്. ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറില്ല, ഭയങ്കര മടിയാണ്. ഇപ്പൊ ഞാൻ ഇന്ന് പുള്ളിയെ കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യും, എന്തുകൊണ്ടാ കയറാത്തെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് ഓട്ടോയില് ഒരു ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ ഒരു പ്രായമുള്ള ഒരു സ്ത്രീനെ കൊണ്ടുപോയി വഴിയിൽ വെച്ച് ആള് തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ. അപ്പൊ അത് കേട്ടപ്പോ മുതൽ പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയാണ്, പുള്ളി ഓട്ടോയിൽ കയറൂല. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യും, ഇത് മാത്രം ചെയ്യില്ല. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സോറി കേട്ടോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ. വെയിറ്റ്
ഓക്കെ, അൺമ്യൂട്ട് ആയില്ലേ? ഓക്കെ, അസ്സലാമലൈക്കും. എന്തായാലും കുറെ നല്ല നല്ല ക്ലാസ് ആയിരുന്നു. കുറെ മനസ്സിലാക്കാനായി. പേരെന്താ? മുനീറ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ, എന്തിനും ഏതിനും ഇറങ്ങുമ്പോ ആ ഒരു ശക്തി ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ക്ലാസ് തരുന്നത് നല്ല ഒരു ഇതാണ്. ഹായ് അഫി, നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെങ്കിൽ കുറച്ചേ കേൾക്കാൻ പറ്റുള്ളൂ. നമ്മള് എന്താ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഉണ്ടാവും. പുറത്തു വരുന്നേനെ അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് കുറച്ചേ കേൾക്കാൻ പറ്റുള്ളൂ. ആരെയും ജാസ്തി. ആ ജാസ്മിൻ. ഓക്കെ ഓക്കെ. ക്ലിയർ ആകുന്നില്ല. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും മിക്കവാറും. അപ്പോ അതിന്റെ ലിങ്ക് തരാം. റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അത് അയച്ചുതരാം. ഓക്കെ ഓക്കെ. അഫിത, അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അടിപൊളിയായി. ഇതേതായാലും നന്നായി. എല്ലാവർക്കും മുന്നോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാരായാലും നമ്മള് ചിന്തിച്ചു നിൽക്കും. ആ ചിന്തന ഒന്ന് മാറ്റിയിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഏറ്റവും ഉപകാരമുള്ള ഒരു ക്ലാസ്സാണ്. മാഷാ അല്ലാഹ്, അത് വിജയിക്കട്ടെ, ഉഷാറായി മുന്നോട്ട് പോട്ടെ. ഹലോ, അഫി ക്ലിയർ ആകുന്നില്ല. പേര് ലുബാന. വോയിസ് ക്ലിയർ ആകുന്നില്ല. ക്ലിയർ ആവുന്നില്ല. വോയിസ് ക്ലിയർ ആകുന്നില്ല. നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിലും സ്വീകരിക്കും, വിമർശനങ്ങൾ സ്വീകരിക്കും. ഇന്നത് മനസ്സിലായില്ല, ഇന്നത് പാടില്ല, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൊരു എന്താ പറയാ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം തീർച്ചയായിട്ടും. ഒരു നെഗറ്റീവ്സും ഇല്ല. എല്ലാം നല്ല നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞത്. നമുക്ക് വോയിസ് ക്ലിയർ അല്ലേ? ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ളതുമായ ക്ലാസ് കിട്ടും. ഇനി അടുത്ത ക്ലാസ് എപ്പോഴേക്കോ അറിയിക്കാം, ഞാൻ എന്തായാലും അറിയിക്കാം. നിങ്ങൾ ആരും കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലെഫ്റ്റ് ആവരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിത് ഏണിങ്സോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഭയങ്കര എന്തെങ്കിലും ഗ്രോത്ത് പ്രതീക്ഷിച്ചിട്ടല്ല. തീർച്ചയായിട്ടും ഒരു സോഷ്യൽ വർക്ക് എന്ന നിലയിൽ നല്ലൊരു എന്താ പറയാ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു സൊസൈറ്റീനെ ബിൽഡ് ചെയ്യേണ്ടത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടം സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും ചെയ്യുന്ന ഒരു സംരംഭമാണ് ഈ സ്കില്ലപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങളൊരു ഫ്രീ ക്യാമ്പയിൻ എന്ന നിലയിൽ ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. സ്കൂളുകളിലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മദ്രസകളിലും ഒക്കെ ഞങ്ങൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് എന്തായാലും ഞാൻ അറിയിക്കാം. കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും കണ്ടിന്യൂ ചെയ്യാട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങള് ഫ്രീ ആയിട്ടുള്ള കോഴ്സസും കാര്യങ്ങളും ഒക്കെ എന്താ പറയാ നിങ്ങളെ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞങ്ങളുടെ പേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അയച്ചുതരാം. എല്ലാരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രവീൺ നേരത്തെ എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി, ഞാനെല്ലാം കേട്ടോണ്ടിരുന്നു. ഞാനൊരു ജോലിയിലായിരുന്നു, അതാണ് പിന്നെ ഒരു മറുപടി ഒന്നും പറയാത്തെ. പ്രവീണിന്റെ സംസാരത്തിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ തോന്നുന്നുണ്ടാ? ആ സൗണ്ട് കേട്ടപ്പോ തോന്നി. തിരക്കിലായിട്ടാണോ? കേട്ടില്ല. തിരക്കിലായിട്ടാണോ? അല്ല, ഞാനിവിടെ ഓഫീസിലാന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? എവിടെയാ? ഞാന് ട്രാവൻകൂർ സ്കാനിങ് സെന്റർ, മെഡിക്കൽ കോളേജില്ലേ, അവിടെ കയറിയിട്ട് 2 മാസമായി.
ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നോ? മുഴുവനായിട്ട് കേട്ടോ? ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? നെഗറ്റീവ് ആ എന്തെങ്കിലും പറയാനുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ഈ നെഗറ്റീവ് പറയണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്താൻ വേണ്ടിയിട്ടാണ്. എന്റെ കോൺഫിഡൻസ് ഞാൻ ബൂസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും അടിപൊളി ക്ലാസ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഓവർ കോൺഫിഡൻസ് വരും. അപ്പൊ നെഗറ്റീവ്സ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇത് കുറവുകൾ ഉണ്ട്, അത് നികത്തി എനിക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാന്നുള്ള ശരിയായ രീതിയിലുള്ള കോൺഫിഡൻസ് എനിക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഒന്നും ചെയ്യാനില്ല അഫി, എല്ലാം നല്ല രീതിയിലാണ് നീ സംസാരിച്ചത്. അതുകൊണ്ട് ഇതിലൊന്നും പറയാനില്ല നെഗറ്റീവ്സ്. ഹലോ ഹഫിമ, ഹായ്, ആരായിരുന്നു? ഹാജറാണ്. ഓക്കെ, നല്ല ടോപ്പിക് ആയിരുന്നു. കാരണം നമ്മൾക്ക് ഏതൊരു കാര്യം നമ്മൾ എടുത്ത് മുന്നോട്ട് വെക്കുമ്പോഴും നമുക്ക് വേണ്ട ഒരു ടോപ്പിക്കാണ് ഇപ്പോ പ്രസന്റ് ചെയ്തത്. അത് നല്ല രൂപത്തിൽ തന്നെ പ്രസന്റ് ചെയ്തു. എനിക്ക് നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഫീൽ ആയില്ല. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എടുത്തു ചാടിയിട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ എടുത്തു ചാടി ചെയ്യരുതെന്ന് അത് പറഞ്ഞപ്പോ എനിക്ക് എൻ്റെ ഒരു സ്കൂളിൽ പറ്റിയ ഒരു അമളി. കാരണം കുട്ടികളുടെ ഒരു പ്രഷർ കാരണം നമ്മൾ അങ്ങനെ ഞാൻ ചെയ്തോളാം, ഒരു സ്പീച്ച് അവതരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുകയും ചെയ്തു. പിന്നെ അവസാനം അവിടെ ചെന്ന് നിന്നിട്ട് ബബ്ബടിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നു. അപ്പൊ അതിങ്ങനെ മൈൻഡിലോട്ട് വന്നു അത് പറഞ്ഞ നേരം. പക്ഷെ അവിടുന്നൊക്കെ നമുക്കിപ്പോ ഓൾമോസ്റ്റ് ഇങ്ങനെ സെറ്റായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനൊക്കെ ഉള്ളത്. എങ്കിൽ കൂടി ഒരു മനുഷ്യന് കോൺഫിഡൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതായി പോകും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ലൈസൻസ് ഹോൾഡർ ആണ്, 4 വീലറും 2 വീലറും. ഇപ്പോഴും എനിക്ക് ബൈക്ക് നന്നായിട്ട് ഓടിക്കും. കാർ ഓടിക്കാൻ കോൺഫിഡൻസ് വളരെ കുറവാണ്. ലൈസൻസ് എൻ്റെ പേഴ്സിൽ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ കാർ ഓടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ നമ്മള് ഇപ്പൊ സ്പീച്ച് ആയിക്കോട്ടെ, അതിലൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും. അപ്പൊ അതിങ്ങനെ ഇതേപോലുള്ള ഓരോ മോട്ടിവേഷൻ ക്ലാസ്സസ്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിലൂടെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറഞ്ഞതൊരു നല്ലൊരു പോയിന്റ്, നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജസ് അത് യൂസ് ചെയ്യുന്ന കാര്യം. ഇപ്പൊ നിങ്ങൾ കണ്ണൂരാന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഒരുപാട് ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾ ഇതിലുണ്ട്. പക്ഷെ നമ്മളത് പറയുമ്പോൾ ഞാൻ ആ ഒരു ലാംഗ്വേജ് കേൾക്കുമ്പോൾ ഇന്ന ആള് ഇവിടുത്തെ ആളാണല്ലേ എന്ന് നമ്മൾ പറയുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ആ ഒരു ലാംഗ്വേജ്, കൊളോക്കിയൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഇതിന് നല്ലൊരു ഇതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച്. അസ്സലാമലൈക്കും. ആരായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു. നുസൈബ. മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ച് സമയം കൊണ്ട് കുറെ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. സംസാരിക്കണമെന്നുണ്ട്, അതാ കാസർഗോഡ് ഭാഷ, അതാണ് നമ്മളെ പറയാനൊരു മുടിക്കുന്നത്. ഇല്ല, അതൊക്കെ കേൾക്കുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് ചില സമയങ്ങളിൽ അതൊന്ന് മാറ്റണം, ഫോർമലാക്കണം എന്നേ പറഞ്ഞോളൂ. ഞാൻ ഒരു ഭാഷ പറയുമ്പോ കൊറേ കാര്യം പറയണമെന്ന് വിചാരിക്കുന്നത് മനസ്സിലേക്ക് തട്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് കേട്ടത്. ഇഷ്ടമായിരുന്നു ഇങ്ങനെ ക്ലാസ് ഒന്നും കേൾക്കുന്നത്. പക്ഷെ ഇന്നൊരു താല്പര്യത്തോടെ കേട്ടതുകൊണ്ടായിരിക്കും നല്ല ക്ലാസ് ആയിട്ട് ഇനിയും കേൾക്കും. ഇതില് ഹാജന പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന സംഭവമാണ്. ഇതില് ഞാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡോപാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ചെറുതായിട്ട് കാര്യങ്ങൾ ചെയ്യണം. സ്മോൾ വിന്ന്, ചെറിയ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ ചെറിയ രീതിയിൽ വണ്ടി ഓടിച്ചു നോക്കുക. ലൈസൻസ് ഹോൾഡേഴ്സ് ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണിത്. നന്നായിട്ട് അവര് എന്താ പറയാ പഠിക്കുന്ന സമയത്തൊക്കെ പിന്നെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഉണ്ടെങ്കിലും അവര് പുറത്തിറക്കാൻ മടി. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത പറ്റുന്ന ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ ദിവസമായിട്ട് കുറേശ്ശായിട്ട് നിങ്ങൾ അതിലേക്ക് എടുത്തു വെക്കുക കാല്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഇത് എനിക്ക് പറ്റില്ല, റോഡ് കാണുമ്പോൾ പേടിയാണ്, എനിക്കിത് ഞാൻ അന്ന് പഠിച്ചത് ഒരു ആവശ്യത്തിനാണ്, എനിക്കിനി പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് നിങ്ങളത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട്. ഈ ആണുങ്ങളൊക്കെ കളിയാക്കും നമ്മളെ, അല്ലെ, ലേഡീസ് വണ്ടി എടുക്കുമ്പോൾ, അതൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഹലോ, അസ്സലാമു അലൈക്കും അഫി. വാലിക്കും സ്ലാം. അഫി, ഞാൻ ഷഹീറയാണേ. ഓക്കെ. അഫി, എനിക്ക് ലാസ്റ്റ് ടൈമാണ് ക്ലാസ് കേൾക്കാൻ പറ്റിയത് കേട്ടോ. അതിൽ ഭയങ്കര വിഷമുണ്ട്. ലാസ്റ്റ് ടൈം കേട്ടത് സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. മിസ്സായി പോയി. അപ്പൊ ഇതിന്റെ റെക്കോർഡ് അയക്കണേ. യൂട്യൂബ് ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ റെക്കോർഡിംഗ്സ് എന്തെങ്കിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മാഷാഅല്ലാ. നന്നായിട്ട് പറഞ്ഞിട്ടോ. നല്ല കോൺഫിഡൻസും നല്ല സ്ട്രോങ് ആയിരുന്നു. നിന്റെ ഓരോ വോയിസും കാര്യങ്ങളും ഒക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ. കേട്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. മാഷാഅല്ലാ, അടിപൊളിയായിരുന്നു. ഓക്കെടാ, കണ്ടിന്യൂ ചെയ്യാ. പിന്നെ ഒരുപാട് ഇങ്ങനെ നിങ്ങളുടെ ആശയം ഇനി ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ഓർമ്മ വെച്ചിട്ട് അതിൽ കയറണം. എനിക്ക് മറന്നുപോയതായിരുന്നു, എനിക്ക് ടൈം മറന്നുപോയി. സൺഡേ അല്ലേ, അത് കാരണം തിരക്കിലായി പോയി. ഓക്കെ, കുഴപ്പമില്ല. കമ്മ്യൂണിറ്റിന്ന് ലെഫ്റ്റ് ആവല്ലേ. തീർച്ചയായിട്ടും അപ്ഡേഷൻസ് നമ്മൾ കമ്മ്യൂണിറ്റി വഴി അറിയിക്കും. ഇനി യൂട്യൂബ്, സോഷ്യൽ മീഡിയ ലിങ്കുകളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി വഴി അറിയിക്കും. അപ്പോൾ ഇതുപോലെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡിങ്സ് കിട്ടാനുള്ള കാര്യങ്ങളും ചെയ്തുതരും. മാഷാഅല്ലാ, എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. ആർക്കെങ്കിലും കൂടി പറയാൻ ടൈമുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പ്രചോദനം, ഇൻസ്പിറേഷൻ ഭയങ്കരമാണ്. ഇങ്ങനെ കിട്ടുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് വെറുതെ ഇങ്ങനെ ഇതിലായിട്ട് പൊക്കി പറയാ അങ്ങനെയല്ല. നിങ്ങൾക്കത് ഉപകാരപ്രദമായോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന രീതിയിൽ എന്താ പറയാ, എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് അതിൽ ബൂസ്റ്റ് ചെയ്യാനല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒന്ന് പറയാൻ പറ്റിയാൽ ഭയങ്കര ഉപകാരമായിരുന്നു. ഞങ്ങളുടെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. ഷെഹ മാഡം ഉണ്ട്, റാഹില മാഡം ഉണ്ട്, അതുപോലെ തന്നെ ഷാസിയ മാഡം ഉണ്ട്, സമീറ മാഡം ഉണ്ട്. അപ്പോ അവരൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ഫീഡ്ബാക്ക് കേട്ടിട്ട് അവർക്ക് അടുത്ത സ്റ്റെപ്പ്, അവരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ വരും. അപ്പൊ അവർക്കും അതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ സംസാരിക്കാൻ, ഫീഡ്ബാക്ക് തരാൻ പറയുന്നത്. പക്ഷെ എല്ലാവരും പറഞ്ഞൂലേ, നിങ്ങൾ ഫീഡ്ബാക്ക് ടെക്സ്റ്റ് ആയിട്ട് അറിയിക്കോ, പേഴ്സണലി അറിയിക്കോ? അതിൽ പറയാൻ മടി, കോൺഫിഡൻസ് കുറവുള്ള. തീർച്ചയായിട്ടും. ഓക്കെ. എന്തായാലും എനിക്ക് പേഴ്സണൽ നമ്പർ അറിയുന്നവര് തീർച്ചയായിട്ടും പേഴ്സണലി മെസ്സേജ് അയക്കാട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിന്റെ അറിയിക്കാട്ടോ. അപ്ഡേഷൻ എന്തായാലും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യും, സോഷ്യൽ മീഡിയ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കൊരു അടിപൊളി മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകണം. എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്.